ഹരേ കൃഷ്ണ, ജയശ്രീ രാധേ രാധേ. എല്ലാ ഭക്ത മനസ്സുകൾക്കും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് വൈഷ്ണവ സുദർശനത്തിലൂടെ പറയുന്നത് അഗ്നിദേവന് ദഹനക്കേടുണ്ടായ കഥയാണ്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം. പണ്ട് ശ്വേതകി എന്നു പേരോട് കൂടിയ ഒരു മഹാപരാക്രമിയായിട്ടുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം അനേക തരത്തിലുള്ള യജ്ഞങ്ങളും ഹോമങ്ങളും ഒക്കെ ചെയ്തു. അങ്ങനെ ആ യജ്ഞത്തിൻ്റെ ധൂമം കൊണ്ട് മഹർഷിമാരുടെയൊക്കെ കണ്ണുകൾ കലങ്ങി നീറി അവസാനം അവരെല്ലാവരും ഹോമം ഉപേക്ഷിച്ച് അവരവരുടെ സ്ഥലത്തേക്ക് തിരികെ പോയി. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്കും ശ്വേതകയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. അദ്ദേഹം എന്തു ചെയ്തു? 12 വർഷം നീണ്ടു നിൽക്കുന്ന മറ്റൊരു യാഗം വീണ്ടും ആരംഭിച്ചു. പക്ഷേ അതിൽ മഹർഷിമാരാരും തന്നെ പങ്കെടുത്തില്ല. അവർ പറഞ്ഞു, ഇനി ഞങ്ങളെ കൊണ്ട് സാധിക്കുകയില്ല, യാഗം നടത്താൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് അവർ തിരികെ പോയി. അങ്ങനെ ആ മഹർഷിമാരായിട്ട് തർക്കമായി. ഒടുവിൽ ശ്വേതകി ഇതിനൊരു പരിഹാരം വേണം എന്ന് വിചാരിച്ച് അദ്ദേഹം കൈലാസത്തിൽ പോയി മഹാദേവനെ ഉഗ്രമായിട്ട് തപസ് ചെയ്തു. അങ്ങനെ ആ ഉഗ്ര തപസ്സിൽ അവസാനം ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു, ശ്രീ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടു. ദുർവാസാവിനെ ശ്വേതകയ്ക്ക് യാഗാചാര്യനായിട്ട് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ദുർവാസാവ് മഹർഷി 12 വർഷം യാഗം നടത്തി. ആ യാഗം നടത്തുമ്പോൾ അഗ്നികുണ്ഡത്തിലേക്ക് ഹവിസ് അർപ്പിക്കും. അങ്ങനെ ആ 12 വർഷം നിരന്തരമായിട്ടുള്ള ഈ ഹവിസ് ദുർവാസാവ് മഹർഷി അർപ്പിച്ചപ്പോൾ അത് ഭക്ഷിച്ച് അഗ്നി ഭഗവാന് ദഹനക്കേട് പിടിച്ചു. അഗ്നി ഭഗവാന്റെ തേജസ് മങ്ങി, ക്ഷീണം വർദ്ധിച്ചു, ആഹാര സാധനങ്ങൾക്കൊന്നും രുചിയില്ലാതെയായി. അപ്പോൾ അങ്ങനെ ഈ അഗ്നി ഭഗവാനുണ്ടായി അജീർണ രോഗം. അദ്ദേഹം ഒരു അജീർണ രോഗിയായി കുറേ നാൾ അങ്ങനെ കഴിഞ്ഞ ശേഷം രോഗശമനത്തിന് വേണ്ടി ബ്രഹ്മദേവനെ അദ്ദേഹം ശരണം പ്രാപിച്ചു. അപ്പോൾ ബ്രഹ്മദേവൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഭൂമിയിൽ ഖാണ്ഡവവനം എന്നൊരു സ്ഥലമുണ്ട്. അത് ദേവന്മാരുടെ ശത്രുക്കൾ വസിക്കുന്ന ഒരു സ്ഥലമാണ്. ആ ഖാണ്ഡവവനം ഭക്ഷിച്ചാൽ അഗ്നിദേവ അങ്ങയുടെ സുഖക്കേട് മാറും എന്ന് ബ്രഹ്മാവ് അനുഗ്രഹവും കൊടുത്തു. അതനുസരിച്ച് അഗ്നിദേവൻ ഖാണ്ഡവവനം ഭക്ഷിച്ചു തുടങ്ങി. പക്ഷേ ഈ ഖാണ്ഡവവനത്തിൽ ദേവേന്ദ്രൻ്റെ സുഹൃത്തായിട്ടുള്ള തക്ഷകൻ ഉള്ളതിനാൽ അവിടെ ഇദ്ദേഹം അഗ്നി ഉണ്ടാക്കി ആ ഖാണ്ഡവവനം ഭക്ഷിച്ചു തുടങ്ങുമ്പോൾ അവിടെ ദേവേന്ദ്രൻ വന്ന് മഴ പെയ്യിപ്പിക്കും. അങ്ങനെ ആ തീ മുഴുവൻ കെടുത്തിക്കളയും. അങ്ങനെ ഇച്ഛാഭംഗത്തോടുകൂടി അഗ്നിദേവൻ ബ്രഹ്മദേവനെ സമീപിച്ചു. സങ്കടങ്ങളെല്ലാം പറഞ്ഞു. ഇതുപോലെയൊക്കെയാണ് കാര്യങ്ങൾ, എൻ്റെ അസുഖത്തിന് കുറവൊന്നുമില്ല, ദേവേന്ദ്രൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ബ്രഹ്മദേവൻ പറഞ്ഞു, അഗ്നിദേവ അങ്ങ് കുറച്ചു കാലം ക്ഷമിച്ചിരിക്കൂ. അതിനുശേഷം നരനാരായണന്മാര് ഒരുമിച്ച് ഭൂമിയിൽ അവതരിക്കുന്നുണ്ട്. അന്ന് അങ്ങേ അവർ സഹായിക്കുമെന്നും ആ ബ്രഹ്മദേവൻ അരുളി ചെയ്തു. അങ്ങനെ അഗ്നി ഭഗവാൻ നരനാരായണന്മാരുടെ അവതാരവും പ്രതീക്ഷിച്ച് ഇരുന്നു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പാണ്ഡവന്മാർ ശ്രീകൃഷ്ണ ഭഗവാനോട് കൂടി ഇന്ദ്രപ്രസ്ഥത്തിൽ കഴിഞ്ഞുകൂടുന്ന സമയം.
അവിടെ ആ വേനലൊക്കെ അതിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിൽ വന്നപ്പോൾ ശ്രീകൃഷ്ണനും അർജുനനും അവർ രണ്ടുപേരും നരനാരായണന്മാരുടെ അവതാരങ്ങളാണ്. യമുനയിലേക്ക് തിരിച്ചു. നേരത്തെ പറഞ്ഞു, നരനാരായണന്മാരുടെ അവതാരമായിട്ടുള്ള കൃഷ്ണാർജുനന്മാർ വന്ന വിവരം അറിഞ്ഞ് വളരെ സന്തുഷ്ടനായിട്ടുള്ള അഗ്നിദേവൻ ശ്രീകൃഷ്ണാർജുനന്മാരെ സമീപിച്ചു. ഒരു ബ്രാഹ്മണന്റെ വേഷത്തിൽ സമീപിച്ച അഗ്നി കൃഷ്ണാർജുനന്മാരോട് പറയുകയാണ്, നിങ്ങൾ ഈ ഖാണ്ഡവവനം എനിക്ക് ആഹാരമാക്കി തരണം. ദേവേന്ദ്രന്റെ മിത്രമായിട്ടുള്ള തക്ഷകൻ ഈ വനത്തിൽ വസിക്കുന്നതിനാൽ ഞാൻ ഈ വനം ഭക്ഷിക്കുവാൻ തുടങ്ങുമ്പോഴേക്കും ദേവേന്ദ്രൻ പ്രചണ്ഡമായിട്ടുള്ള മഴ പെയ്യിപ്പിക്കും. അതുകൊണ്ട് എൻ്റെ അസുഖം മാറാതെ ഇങ്ങനെ നിൽക്കുകയാണ്. എത്ര കാലങ്ങളായെന്നറിയാമോ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് നരനാരായണന്മാരുടെ അവതാരമായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനും അർജുനനും എനിക്ക് എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ കാര്യസാധ്യം ഞങ്ങൾ ചെയ്തു തരാം എന്ന് അഗ്നി ഭഗവാന് വാക്കുകൊടുത്തു. അങ്ങനെ അഗ്നിദേവൻ അമ്പൊടുങ്ങാത്ത അവനാഴിയും ഒരു കുരങ്ങനെ കൊടിയടയാളമായിട്ടുള്ള രഥവും പൊന്മാലകളും അണിഞ്ഞ 4 വെള്ളക്കുതിരകളും ഗാണ്ഡീവം എന്ന വില്ലും അർജുനന് ദാനം ചെയ്തു. ശ്രീകൃഷ്ണ ഭഗവാന് അഗ്നിദേവൻ കൊടുത്തതാണ് ചക്രായുധം. ഇനി ഈ യുദ്ധോപകരണങ്ങളെല്ലാം വരുണൻ അഗ്നിദേവന് കൊടുത്തതായിരുന്നു. അപ്പൊ അങ്ങനെ ആയുധങ്ങളെല്ലാം അഗ്നി ഭഗവാൻ കൃഷ്ണാർജുനന്മാർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ അവർ ഖാണ്ഡവവനം അഗ്നിക്ക് കൊടുക്കുവാൻ തയ്യാറെടുത്തു. അഗ്നി വനം ഭക്ഷിച്ചു തുടങ്ങി. അങ്ങനെ ഇത് കണ്ടതും തക്ഷകൻ ഇന്ദ്രനെ ശരണം പ്രാപിച്ചു. ഇന്ദ്രൻ ഘോരമായിട്ടുള്ള മഴ പെയ്യിപ്പിച്ചു. അപ്പോൾ അർജുനൻ ആ ഖാണ്ഡവവനത്തിനു ചുറ്റും ഒരു ശരകൂടം നിർമ്മിച്ച് ഒരു തുള്ളി ജലം പോലും വനത്തിൽ വീഴാതെ സൂക്ഷിച്ചു. അങ്ങനെ അഗ്നിദേവൻ ഖാണ്ഡവവനം പൂർണ്ണമായും ഭക്ഷിച്ചു. അഗ്നിദേവന്റെ രോഗവും മാറി. ഇതാണ് അഗ്നിദേവന് ദഹനക്കേടുണ്ടായ കഥയും അത് മാറിയ കഥയും. എല്ലാവർക്കും നമസ്തേ.